നല്ല തിക്ക് ഗ്രേവിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസ്റ്റോറന്റ് സ്റ്റൈൽ പ്രോൺസ് മസാലയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏവർക്കും ജോപ്പൻസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പ്രോൺസ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവോള ഇട്ട് കൊടുത്ത് ഇതും ചെറുതായിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ക്രിസ്പി ആയ പ്രോൺസ് ഫ്രൈയുടെ വീഡിയോ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. സവാളയും തക്കാളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളായ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ ഇവിടെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഈ മസാലകളുടെ കൂടെ നല്ലതുപോലെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചെമ്മീൻ മസാലയുമായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് 7 മുതൽ 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇവിടെ ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഈ പ്രോൺസ് മസാല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കമന്റിലൂടെ സെൻഡ് ചെയ്യുക. ഞാൻ റിൻസി ജോബിഷ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.